പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, ഇവർക്ക് നിങ്ങൾ ഭക്ഷണവും ഇവർക്കുള്ള വസ്ത്രവും കൊണ്ടുവരിക. സഹാബാക്കൾ വീട്ടിലേക്ക് ഓടി. ഓരോ ആളുകളും അവിടെ വീട്ടിലുണ്ടായിരുന്ന വസ്ത്രവും ഭക്ഷണവും കൊണ്ടുവന്നു. ഏതാനും നിമിഷം കഴിയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ 2 കൂമ്പാരങ്ങൾ ഉയർന്നു. ഒരു കൂമ്പാരം ഭക്ഷണം, മറ്റൊരു കൂമ്പാരം വസ്ത്രം. ഇത് കണ്ടപ്പോൾ പ്രവാചകൻ്റെ മുഖം വല്ലാതെ വിടർന്നു. അവിടത്തേക്ക് വല്ലാത്ത സന്തോഷമായി. ഇർഹമു മംഫിൽ അർളി ഇർഹമുക്കും മംഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തിലുള്ള അള്ളാഹുവും അവൻ്റെ മലക്കുകളും നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളോട് പോലും കരുണയോടെ പെരുമാറുകയായിരുന്നു. സഹോദരങ്ങളെ, മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഇന്ന് മനുഷ്യൻ പരസ്പരം കൊല്ലുകയും വർഗീയത പടർത്തുകയും ചെയ്യുന്ന ബുൾഡോസറുകളിലൂടെ അന്യമതസ്ഥൻ്റെ വീടുകൾ തകർത്തുകൊണ്ടിരിക്കുന്ന, എല്ലാ വിധത്തിലും മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക നമുക്ക് ലോകത്തിന് വല്ലാത്ത പാഠമാണ്. ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളോടും കരുണയോടെ പഠിപ്പിച്ച പ്രവാചകൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോടൊപ്പം മദീന പള്ളിയിലിരിക്കുന്നു. ആ സമയത്ത് പ്രവാചകൻ്റെ മുന്നിലേക്ക് അവിടുത്തെ ഒരു പ്രിയപ്പെട്ട അനുയായി ഒരു പൊതിയുമായി വന്നു. പ്രവാചകൻ്റെ മുന്നിൽ ആ പൊതി വെച്ചുകൊണ്ട് ആ സഹാബി പറഞ്ഞു, നബിയെ, ഞാൻ അങ്ങേക്കൊരു സുന്ദരമായ സമ്മാനം കൊണ്ടുവന്നിരിക്കുന്നു. ഞാനിങ്ങനെ മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ പക്ഷിക്കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ടു. ഞാൻ പോയി നോക്കുമ്പോൾ അവിടെ ഏതാനും പക്ഷിക്കുഞ്ഞുങ്ങൾ ഒരു പക്ഷിയുടെ കൂട്ടിലിരിക്കുന്നു. ഞാൻ ആ പക്ഷിക്കുഞ്ഞുങ്ങളെ എൻ്റെ ഒരു വസ്ത്രത്തിലേക്ക് ഞാൻ ശേഖരിച്ചു. അങ്ങനെ ആ പക്ഷിക്കുഞ്ഞുങ്ങളെ ഞാൻ എടുത്തു വെക്കുമ്പോൾ അതിൻ്റെ തള്ളപ്പക്ഷി വന്ന് ആ കുട്ടികളോടൊപ്പം ചേർന്നിരുന്നു. ഞാൻ അതിനെതിരെയും കൂടെ ചേർത്തിട്ട് അങ്ങയ്ക്ക് സമ്മാനമായി ഈ പക്ഷിയെയും അതിൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ കൊണ്ടുവന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞു, ഈ പക്ഷിക്കുഞ്ഞുങ്ങളെ നിങ്ങൾ തുറന്നു വിടുക. കാരുണ്യത്തിൻ്റെ കടലായ പ്രവാചകൻ, ലോകത്തൊരു ജീവിയോടും കാഠിന്യത്തോടെ പെരുമാറാൻ ഇഷ്ടപ്പെടാത്ത ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പക്ഷിക്കുഞ്ഞുങ്ങളെ കൂട്ടിലടച്ച് വെക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സഞ്ചാരത്തിന് തടസ്സം നിൽക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അവിടുന്ന് പറഞ്ഞു, ഈ പക്ഷിക്കുഞ്ഞുങ്ങളെ തുറന്നു വിടുക. അങ്ങനെ ഈ സഹാബി തൻ്റെ പൊതിക്കെട്ട്, തൻ്റെ വസ്ത്രത്തിൻ്റെ കെട്ട് തുറന്നു വെച്ചു. പക്ഷേ ആ തള്ളപ്പക്ഷിയോ കുഞ്ഞുങ്ങളോ പറന്നു പോകാൻ തയ്യാറായില്ല. ഇത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഈ തള്ളപ്പക്ഷിക്ക് അതിൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ടല്ലേ? എന്നാൽ ഈ പക്ഷിക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം അള്ളാഹുവിന് അവൻ്റെ അടിമകളോടുണ്ട്. ഇതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞു, നിങ്ങൾ ഈ പക്ഷിക്കുഞ്ഞുങ്ങളെയും ആ തള്ളപ്പക്ഷിയെയും അതിൻ്റെ ശരിയായ കൂട്ടിലേക്ക് കൊണ്ടുപോയി വെക്കുക. പക്ഷികളോട് പോലും കാരുണ്യം കാണിച്ച പ്രവാചകൻ ലോകത്തുള്ള സകല സൃഷ്ടികളോടും കരുണയോടെ പെരുമാറാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ നബിയും സഹാബത്തും ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു സ്ഥലത്ത് തമ്പടച്ചു. അങ്ങനെ അവരവിടെ താമസിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബാക്കളുടെ ഇടയിൽ നിന്നും കുറച്ചല്പം മാറി പ്രവാചകൻ വിശ്രമിക്കാൻ വേണ്ടി കിടന്നു. ആ സമയത്ത് പ്രവാചകൻ കാണുന്നുണ്ട്, തൻ്റെ തൊട്ടടുക്കലായി ആരോ തീ കത്തിച്ചിട്ടുണ്ട്. തീ ഇങ്ങനെ കത്തുന്നു. പ്രവാചകൻ പോയി നോക്കുമ്പോൾ അവിടെ ഉറുമ്പിൻ്റെ കൂടുണ്ട്. ആദരവായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, ആരാണ് ഇവിടെ തീയിട്ടത്? എത്രയും പെട്ടെന്ന് തീ കെടുത്തുക. ഈ തീയിൽ ആ ഉറുമ്പിൻ കൂട്ടം ആ തീയിൽപ്പെട്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഉറുമ്പിനെ നിങ്ങൾ കരിക്കരുത്, എത്രയും പെട്ടെന്ന് തീ കെടുത്തുക. ഉറുമ്പിനോട് പോലും കാരുണ്യം കാണിച്ച പ്രവാചകൻ. മുളർ വംശക്കാരായ ഒരു വിഭാഗം ആളുകൾ, അവർ പ്രവാചകൻ്റെ കഠിന ശത്രുക്കളാണ്. ഒരിക്കൽ അവർ ചില ആളുകൾ പ്രവാചകൻ്റെ മുന്നിലേക്ക് വന്നു. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ മുഷിഞ്ഞതാണ്. അവർ ഭക്ഷണം കഴിക്കാതെ പട്ടിണിയിലാണ്. ഇവരുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ ആ പ്രവാചകൻ്റെ പാത പിൻപറ്റിക്കൊണ്ട് യഥാർത്ഥ കരുണയുള്ളവരായി ജീവിക്കാൻ നാം എല്ലാവരും പരിശ്രമിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കടന്നു വരുമ്പോൾ ലോകത്തോട് എനിക്ക് നൽകാനുള്ള സന്ദേശം അതാണ്: എല്ലാവരോടും കാരുണ്യം, എല്ലാവരോടും കൃപ, എല്ലാവരോടും സ്നേഹം. അതിലൂടെ ഈ ലോകത്ത് ഒരു സന്തോഷകരമായ ജീവിതം ഉണ്ടാകട്ടെ. അതാണ് എനിക്ക് പറയാനുള്ള സന്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപ്പാടുകൾ പിൻപറ്റിക്കൊണ്ട് ഒരു സമാധാന ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.